മഴക്കാലമായതോടെ പലതരത്തിലുള്ള അസുഖങ്ങളും പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷം നമുക്കിടയിൽ ഇപ്പോഴുണ്ട്. പ്രത്യേകിച്ച് എല്ലായിടത്തും പനിയാണ്, എല്ലാ വീടുകളിലും പനിയാണ്. കുഞ്ഞുമക്കൾക്ക്, പ്രായമായവർക്ക് എല്ലാം ശക്തമായ അവസ്ഥയിലാണ് പനി വരുന്നത്. മരുന്ന് കഴിച്ചിട്ടും പനിക്ക് ഒരു ശമനം വരുന്നില്ല. ദുആ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഒരുപാട് സഹോദരങ്ങൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തുകൊണ്ട് ബന്ധപ്പെട്ടിരുന്നു. നമുക്കറിയാം, നാട്ടിൽ എല്ലായിടത്തും പനിയാണ്. ആശുപത്രികളിൽ പനിയുടെ പേരിലുള്ള തിരക്ക്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് പനിയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ചില കാര്യങ്ങളാണ്. പനി വരുമ്പോൾ അതിന്റെ ചികിത്സയ്ക്ക് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപയോഗിച്ചിരുന്ന ചില ശൈലികളും, പ്രത്യേകിച്ച് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ച ചില ദുആക്കളുമാണ്. സഹോദരങ്ങളെ, ദുനിയാവിൽ പരീക്ഷണങ്ങൾ മാറി മാറി വരിക എന്നത് ദുനിയാവിൽ അല്ലാഹുവിന്റെ ഒരു തർത്തീബാണ്. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ ലോക ജീവിതത്തെക്കുറിച്ചുള്ള നമ്മളുടെ ആദ്യത്തെ കൺസെപ്റ്റ് ഇതൊരു പരീക്ഷണത്തിന്റെ ഭവനമാണ് എന്നാണ്. ദാറുൽ ബലാ ആണ്. ഇതൊരു പരീക്ഷണത്തിന്റെ സ്ഥലമാണ്. ഒരു നിലയിലല്ലെങ്കിൽ മറ്റൊരു നിലയിൽ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നമ്മളിലേക്ക് ഈ ദുനിയാവിലെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. സുഖങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറി മാറി വരും. സന്തോഷങ്ങളും സന്താപങ്ങളും വരും. പലരെയും പരിചയപ്പെടലും പലരും പരിചയത്തിൽ നിന്ന് അകന്നുപോകലും, പലതരത്തിലുള്ള രോഗാവസ്ഥയും ആരോഗ്യാവസ്ഥയും, ഇതെല്ലാം മാറി മാറി വരുന്ന ഒരു ഭവനമാണ്, ഒരു സ്ഥലമാണ് ദുനിയാവ് എന്നത്. മുഅ്മിനീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ ഈ ലോകത്തെ ജീവിതത്തെ അല്ലാഹു തആല പരിചയപ്പെടുത്തിയത് പരീക്ഷണത്തിന്റെ ജീവിതം എന്നാണ്. നശ്വരമായ ജീവിതമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അത് മുഅ്മിനീങ്ങൾക്ക് മാത്രമല്ല, ലോകത്ത് മനുഷ്യരായി ജീവിക്കുന്ന എല്ലാവർക്കും അറിയാം. വളരെ ക്ഷണികമാണ് ഈ ലോകത്തെ ജീവിതം. ഏത് നിമിഷത്തിലും ഇവിടെ നിന്ന് യാത്രയാവണം. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരല്പം കൂടി വിശാലമായ കാഴ്ചപ്പാടുണ്ട്. അത് മരണശേഷം നമുക്കൊരു ജീവിതമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ആ ജീവിതം ഒരിക്കലും അവസാനിക്കാത്തതാണ് എന്ന് മുഅ്മിനീങ്ങൾ അടിയുറച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്നു. ആ നിലയിൽ ഈ പരീക്ഷണത്തിന്റെ ഭവനം മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം വിലയേറിയ ഒന്നാണ്. ഖൈറും ഷർറും, സുഖവും ദുഃഖവും പരീക്ഷണാടിസ്ഥാനത്തിൽ തന്നെ ഇവിടെ മാറി മാറി വരുമെന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരായത്തിൽ അല്ലാഹു ഇങ്ങനെ പറയുന്നു: കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വനബ്ലൂകും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന വഇലൈനാ തുർജഊൻ. എല്ലാവരും മരണത്തെ അനുഭവിക്കുക തന്നെ ചെയ്യും. വനബ്ലൂകും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന. ഷർറ് കൊണ്ടും ഖൈറ് കൊണ്ടും നാം നിങ്ങളെ പരീക്ഷിക്കും. നന്മ കൊണ്ടും പരീക്ഷിക്കും, തിന്മ കൊണ്ടും പരീക്ഷിക്കും. നല്ല അവസ്ഥ കൊണ്ടും പരീക്ഷിക്കും, ഞെരുക്കം കൊണ്ടും പരീക്ഷിക്കും. അഥവാ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം സമ്പത്ത് അല്ലാഹു തആല നൽകുന്നതും പരീക്ഷണമാണ്, സമ്പത്തില്ലാത്തതും പരീക്ഷണമാണ്. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം രോഗാവസ്ഥയും പരീക്ഷണമാണ്, ആരോഗ്യാവസ്ഥയും പരീക്ഷണമാണ്. അല്ലേ? ആലോചിച്ച് നോക്കി. രോഗാവസ്ഥ പരീക്ഷണമാണ്, ദാരിദ്ര്യം പരീക്ഷണമാണ്, നമുക്ക് ഉൾക്കൊള്ളാൻ എളുപ്പമാണ്. ആരോഗ്യാവസ്ഥ എങ്ങനെയാണ് പരീക്ഷണമാവുക? സമ്പന്നത എങ്ങനെയാണ് പരീക്ഷണമാവുക? അതൊരു സുഖമല്ലേ? എന്നാൽ ഈമാനുള്ളവരെ സംബന്ധിച്ചിടത്തോളം, മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം
ഖൈറും പരീക്ഷണമാണ്, ഷർറും പരീക്ഷണമാണ്. സന്തോഷാവസ്ഥയും പരീക്ഷണമാണ്, ദുഃഖാവസ്ഥയും പരീക്ഷണമാണ്. പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല പറയുന്നുണ്ട്, വബലൗനാഹും ബിൽ ഹസനാതി വസ്സയ്യിആത്. ബനൂ ഇസ്രായേലിലെ ആ ജനങ്ങളെ നാം നന്മകൾ കൊണ്ടും പരീക്ഷിച്ചു, തിന്മകൾ കൊണ്ടും പരീക്ഷിച്ചു എന്ന്. ഈ ദുനിയാവിലെ അല്ലാഹുവിന്റെ ഒരു തർത്തീബാണ്. ഹസനാത്തുകളും സയ്യിആത്തുകളും മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളെ ദുനിയാവിൽ മാറി മാറി വരുന്ന പരീക്ഷണങ്ങളാണ്. അസുഖം ഒരാൾക്ക് അല്ലാഹു തആല നൽകുന്നു. ഒരു മുഅ്മിനായ മനുഷ്യൻ ആ അസുഖത്തെ മനസ്സിലാക്കേണ്ടത് പടച്ചവന്റെ ഒരു പരീക്ഷണം എന്നാണ്. പനി വരുന്നു, ആദ്യഘട്ടത്തിൽ നാം നമ്മുടെ മനസ്സിൽ ഉൾക്കൊള്ളേണ്ടത് ഇത് അല്ലാഹുവിന്റെ പരീക്ഷണം എന്ന നിലയിൽ തന്നെയാണ്. എല്ലാവർക്കും പനി വന്നു, തനിക്ക് പനി വന്നില്ല. വീട്ടിലെ എല്ലാവർക്കും പനി വന്നു, തനിക്ക് പനി വന്നില്ല. അതിനെയും യഥാർത്ഥ മുഅ്മിനായ മനുഷ്യൻ മനസ്സിലാക്കേണ്ടത് തീർച്ചയായും അതും ഒരു പരീക്ഷണം തന്നെയാണ് എന്നാണ്. പരീക്ഷണം എന്ന് പറഞ്ഞാൽ മോശാവസ്ഥയില്ല. ഈ ദുനിയാവിൽ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ആഖിറത്തിലേക്ക് വേണ്ടിയുള്ള റബ്ബിന്റെ ടെസ്റ്റിംഗ് ആണ് ഇവിടുത്തെ മുഴുവൻ അവസ്ഥകളും. നീ ആ അവസ്ഥയെ എങ്ങനെ നേരിടുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ശ്രദ്ധിക്കുന്നു എന്നർത്ഥം. പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല പറയുന്നുണ്ട്, വലഖദ് അർസൽനാ ഇലാ ഉമമിൻ മിൻ ഖബ്ലിക് ഫഅഖദ്നാഹും ബിൽ ബഅസാഇ വൽ ളറാഅ ലഅല്ലഹും യതളറഊൻ. അങ്ങേക്ക് മുമ്പുള്ള പല സമൂഹങ്ങളിലേക്കും സമുദായങ്ങളിലേക്കും നാം പ്രവാചകന്മാരെ നിയോഗിച്ചു. അവരെ നാം പല അവസ്ഥകൾ കൊണ്ട് പരീക്ഷിച്ചു. ബഅസാഅ വൽ ളറാഅ, പല വിഷമങ്ങൾ കൊണ്ട്, പല ദുഃഖങ്ങൾ കൊണ്ട് നാം അവരെ പരീക്ഷിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? അവർ വിനയാന്വിതരായി നമ്മളിലേക്ക് മടങ്ങുവാൻ വേണ്ടിയിട്ടാണ്. സഹോദരങ്ങളെ, ദുനിയാവിലെ നമ്മൾ അനുഭവിക്കുന്ന ഓരോ അവസ്ഥയും ആഖിറത്തിലെ നമ്മുടെ വിജയത്തിനു വേണ്ടിയിട്ടുള്ള റബ്ബിന്റെ പരീക്ഷണങ്ങളാണ്. ഇത് അടിസ്ഥാനപരമായി ഓരോ രോഗാവസ്ഥയിലും ഓരോ ആരോഗ്യാവസ്ഥയിലും നമ്മൾ മനസ്സിലാക്കണം. പനിക്കാലമാണ്, മഴക്കാലമാണ്, അതിനോടൊപ്പം പനിക്കാലമാണ്. പടച്ചവന്റെ ഭാഗത്ത് നിന്നുള്ള പരീക്ഷണമാണെന്ന് മനസ്സിലാക്കണം. അക്ഷമരാകരുത്. നശിച്ച പനി, അത്തരം വാക്കുകൾ വായിൽ നിന്ന് വരരുത്. അതാണ് പനിയെക്കുറിച്ച് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനങ്ങൾ അങ്ങനെയാണ്. പനിയെ ഹദീസുകളിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി മെൻഷൻ ചെയ്യുന്നുണ്ട്. പ്രത്യേകമായി മെൻഷൻ ചെയ്യുന്നുണ്ട്, പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്. ഏതെങ്കിലും ഒന്നോ രണ്ടോ ഹദീസിലല്ല, വിവിധങ്ങളായ ഹദീസുകളിൽ അതിന്റെ ചികിത്സയെ പറ്റി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പനി ബാധിച്ച സഹാബാക്കളെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണാൻ വേണ്ടി പോവുകയും അവർക്ക് വേണ്ടി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്ത ദുആക്കളും ഹദീസിന്റെ കിതാബുകളിലുണ്ട്. തീർച്ചയായും നാം ചികിത്സയ്ക്ക് തയ്യാറാവേണ്ടവരാണ്, മരുന്ന് വാങ്ങേണ്ടവരാണ്. നമ്മൾ മരുന്ന് വാങ്ങും, മരുന്ന് വാങ്ങാൻ നബിതങ്ങളുടെ കൽപ്പനയുണ്ട്, ചികിത്സിക്കാൻ നബിതങ്ങൾ പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഈ നിർദ്ദേശങ്ങളും കൂടി മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ ഈ ക്ഷമയ്ക്ക് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ കൂലി കിട്ടും. ഈ അസുഖത്തിനും പടച്ചവന്റെ അടുക്കൽ വലിയ പ്രതിഫലം ലഭിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മുഅ്മിനായ മനുഷ്യന് ഏതെങ്കിലും ഒരു വേദന ഉണ്ടാകൽ, അത് പനിയാവട്ടെ അസുഖങ്ങളാവട്ടെ, വേദനയുണ്ടാകൽ അവന്റെ പാപമോചനത്തിന്റെ കാരണമായി തീരുന്നു എന്നതാണ്. അസുഖങ്ങളുടെ ഒരു ഗുണം അതാണ്. അതിലൂടെ ഒരു മനുഷ്യന്റെ പാപങ്ങൾ പൊറുപ്പിക്കപ്പെടും. പ്രവാചകർ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മാമിൻ മുസ്ലിമിൻ, ഒരു മുസ്ലിമായ മനുഷ്യൻ, യുസീബുഹു അദൻ മിൻ മറദിൻ ഫമാ സിവാ, ഏതെങ്കിലും ഒരു അസുഖത്തിലൂടെയോ അതല്ലാത്ത മറ്റെന്തെങ്കിലും പ്രയാസത്തിലൂടെയോ അവന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നു, ശക്തമായ ക്ഷീണം അനുഭവിക്കേണ്ടി വരുന്നു,
തലവേദന അനുഭവിക്കേണ്ടി വരുന്നു. അസുഖത്തിന്റെ മൂലമോ അതല്ലാത്ത മറ്റേതെങ്കിലും പ്രയാസത്തിന്റെ മൂലമോ ഏതെങ്കിലും നിലയിലുള്ള ഒരു ഒരു ബുദ്ധിമുട്ട് ഒരു മുഅ്മിനായ മനുഷ്യന് അനുഭവിക്കേണ്ടി വന്നാൽ മരത്തിൽ നിന്ന് ഇലകൾ പൊഴിയുന്നത് പോലെ അവനിൽ നിന്ന് അവന്റെ പാപങ്ങൾ പൊഴിഞ്ഞു വീകും. ഇല്ല ഹത്തല്ലാഹു ബിഹി ഖതായ കമാ തഹുത്തു അശ്ശജറതു വറഖഹ. വൃക്ഷങ്ങൾ ഇലകളെ പൊഴിക്കുന്നത് പോലെ ആ അസുഖത്തിലൂടെ അവന്റെ പാപങ്ങൾ ഇല്ലാതാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. എന്തെല്ലാമാണ് നബിതങ്ങൾ പറഞ്ഞതെന്നറിയുമോ സഹോദരങ്ങളെ? ഏതൊക്കെ മേഖലയാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ മുമ്പിൽ വരച്ച് കാണിച്ച് മനസ്സിലാക്കി തന്നത്. നമ്മൾ ദീനിനെ പഠിക്കുന്നതിൽ ഒരുപാട് പുറകിലാണ്. ഇതിലും വലിയ ഏത് മോട്ടിവേഷൻ ലഭിക്കാനാണ് ഒരു മുഅ്മിനായ രോഗിക്ക്? ചില ആളുകൾ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള, നമ്മുടെ ആത്മബോധത്തിലുള്ള എനിക്ക് അസുഖമൊന്നുമില്ല, എനിക്ക് വലിയ പ്രയാസമൊന്നുമില്ല, ഞാൻ ആരോഗ്യവാനാണ്, നിങ്ങൾ ആ ചിന്ത ഉണ്ടാക്കിയെടുക്കൂ. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ അസുഖം ഓൾറെഡി മാറിക്കോളും. അങ്ങനെ മോട്ടിവേറ്റ് ചെയ്യപ്പെടുന്ന, കൗൺസിലിംഗ് ചെയ്യപ്പെടുന്ന ഒരു ചികിത്സയുണ്ട്. ചികിത്സയുടെ ഒരു ഭാഗം അങ്ങനെയാണ്. ചില ആളുകൾക്ക് ചില പ്രത്യേക ഡോക്ടർമാരുണ്ട്. ആ ഡോക്ടർമാരെടുത്ത് പോയാൽ അവരുടെ അസുഖം മാറും. അതേ മരുന്ന് മറ്റാര് നൽകിയാലും ചിലപ്പോൾ മാറില്ല. മനസ്സിന്റെ അവസ്ഥകളാണേ. അവിടെ പോകുമ്പോൾ ഒരു സമാധാനം. ചില ആളുകൾ അങ്ങനെയുണ്ട്. തൊടുപുഴയിലും അങ്ങനെ പഴയ ചില ഡോക്ടർമാരുണ്ട്. ഏത് പ്രയാസമുണ്ടെങ്കിലും മറ്റാരടുത്ത് പോയാലും അങ്ങനെ അങ്ങ് ശരിയാവില്ല. ഇന്ന ആളുടെ അടുത്ത് പോയാൽ അത് ഓക്കെയാണ്. പേര് പറയാതെ നിങ്ങൾക്ക് അറിയായിരിക്കും അത്തരം ഡോക്ടർമാർ. മനസ്സിന്റെ അവസ്ഥയാണ്. സഹോദരങ്ങളെ, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന മോട്ടിവേഷൻ ഒന്ന് ആലോചിക്കുക. ഒരു മുഅ്മിനായ മനുഷ്യന് ഒരു അസുഖത്തിന്റെ പേരിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ അതിന്റെ പേരിൽ അവന്റെ പാപങ്ങൾ മുഴുവനും വൃക്ഷങ്ങൾ ഇലകളെ പൊഴിക്കുന്നത് പോലെ അല്ലാഹു തആല എടുത്തുകളയും. അതിലൂടെ അവന് പാപമോചനം ലഭിക്കുകയാണ്. സഹാബാക്കൾ ഇത് കേട്ടിട്ട് അസുഖം വരാൻ കൊതിക്കുമായിരുന്നു അത്രേ. ഒരിക്കലും ചെയ്യാൻ പാടില്ല. സഹാബാക്കൾ കൊതിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് അസുഖം തായോ എന്ന് പറയുന്ന അവസ്ഥയില്ല. പാപങ്ങൾ പൊറുപ്പിക്കപ്പെടുമല്ലോ അസുഖങ്ങൾ വന്നാൽ എന്ന ആഗ്രഹത്തിൽ. ആലോചിച്ച് നോക്കി, ഒരു പനി വന്ന പനിയുടെ ബുദ്ധിമുട്ടിൽ ഒരാൾ ക്ഷമിച്ചാൽ അവന്റെ പാപങ്ങൾ ആ പനിയിലൂടെ പൊറുപ്പിക്കപ്പെടും. ആ സുഖത്തിലൂടെ അവന്റെ പാപങ്ങൾ അല്ലാഹു തആല മാപ്പാക്കി കൊടുക്കും. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കപ്പെട്ടു. സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സഹാബാക്കൾ ഒന്ന് ചോദിച്ചു നടന്നു, അറൈത ഹാദിഹിൽ അംറാദ് അല്ലദീ യുസീബുനാ യാ റസൂലല്ലാഹ് ഫമാ ലനാ ഫീഹാ. തങ്ങളെ, ഒരുപാട് അസുഖങ്ങൾ വരുന്നല്ലോ, അങ്ങേക്ക് എന്താണ് ഈ അസുഖങ്ങളെ കുറിച്ച് പറയാനുള്ളത്? ഞങ്ങൾക്ക് ഈ അസുഖങ്ങൾ കൊണ്ട് എന്താണ് കിട്ടുന്നത്? തലവേദന, നടുവേദന, മുട്ടിന് വേദന, പലതരത്തിൽ മനുഷ്യനെ അലട്ടുന്ന പലതരം വേദനകൾ. ഇപ്പൊ വരുന്ന പനിയും നമുക്കറിയാമല്ലോ. അനുഭവിക്കുന്നവർക്കറിയാം, അനുഭവിച്ചവർക്കറിയാം, വീട്ടിൽ പനിക്കാരുള്ളവർക്കറിയാം. ശക്തമായ പനിയാണ്, കട്ടിപ്പനിയാണ്. സഹോദരങ്ങളെ, മനസ്സിന് സമാധാനം നൽകേണ്ടത് ഈ ഹദീസുകളിലൂടെയാവണം. സഹാബാക്കൾ ചോദിച്ചു, തങ്ങളെ, നമുക്ക് ഈ അസുഖങ്ങൾ ഇങ്ങനെ വരുന്നല്ലോ, ഇതെന്താണിത്? അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? ഇത് സഹിക്കുന്നതിലൂടെ ഞങ്ങൾക്ക് എന്ത് ലഭിക്കാനാണ്? നബിതങ്ങൾ പറഞ്ഞു, കഫാറാത്ത്. അസുഖങ്ങൾ പാപങ്ങളെ പൊറുപ്പിക്കുന്നവയാണ്. ഒറ്റവാക്ക്, അസുഖങ്ങൾ പാപങ്ങളെ പൊറുപ്പിക്കുന്നവയാണ്, കഫാറാത്താണ്. ഇത് കേട്ട ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു, പ്രസിദ്ധനായ സഹാബിയാണ്, നല്ല ഖുർആൻ പണ്ഡിതനാണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു. അവർക്ക് ഖാരിഉ ഹാദിഹിൽ ഉമ്മ എന്ന് നബിതങ്ങൾ പരിചയപ്പെടുത്തിയ സഹാബിയാണ്. ആ സഹാബി നബിതങ്ങളോട് തിരിച്ചു ചോദിച്ചു അത്രേ, വഇൻ ഖല്ലത് യാ റസൂലല്ലാഹ്, ചെറിയ അസുഖമാണെങ്കിലും പാപങ്ങൾ പൊറുപ്പിക്കപ്പെടുമോ എന്ന് ചോദിക്കുകയാണ്. തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, വഇൻ ശൗകതൻ ഫമാ ഫൗഖഹ, ഒരു മുള്ളു തറക്കലാണെങ്കിലും മതി എന്ന്.
മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിലൂടെ അവന്റെ പാപങ്ങൾ പൊറുപ്പിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല. അവൻ ആ വേദനയിൽ ക്ഷമിക്കുന്നവനാണ്, സഹിക്കുന്നവനാണ്. പ്രത്യേകിച്ച് സഹോദരങ്ങളെ, പനിയെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുത്തു പറഞ്ഞു. ذكرت عند النبي صلى الله عليه وسلم عن الحمى. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കരികിൽ ഒരിക്കൽ പനിയെക്കുറിച്ചുള്ള ചർച്ചയുണ്ടായി. സഹാബാക്കൾ ഇങ്ങനെ പനിയെ പറ്റി പറഞ്ഞു. ഒരുപക്ഷെ മദീനയിൽ ഇതുപോലെയുള്ള ഒരു പനിക്കാലമായിരുന്നിരിക്കാം. സഹാബാക്കൾ നബിതങ്ങൾ എടുത്തത് പറയും, തങ്ങളത് ഖുതുബയിൽ പറയും, പ്രസംഗത്തിൽ പറയും. അത്തരം കാര്യങ്ങൾ മുദാക്കറ ചെയ്യലും ചർച്ച ചെയ്യലും പ്രധാനപ്പെട്ടതാണ്. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ഈ പനിയെക്കുറിച്ച് പറയപ്പെട്ടു. ചിലപ്പോൾ ശക്തിയായ പനിയായിരുന്നിരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിന്റെ ചർച്ച കേട്ടുകൊണ്ട് പറഞ്ഞു, ലാ തസുബ്ബിഹ ലാ തസുബ്ബഹ, നിങ്ങൾ പനിയെ കുറ്റം പറയരുത് എന്ന്. മോശമായ പനി, ഈ നശിച്ച പനി, ഇതെന്തൊരു പനിയാണിത്? ഇത് മാറണില്ലല്ലോ. ഒരു പനി വന്ന് കയറിയിട്ട് മനുഷ്യന്റെ സ്വൈര്യവും സമാധാനവും പോയി. പനിയെ നിങ്ങൾ ചീത്ത വാക്കുകൾ കൊണ്ട് സംബോധന ചെയ്യരുത്. തങ്ങൾ പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ തസുബ്ബഹ, നിങ്ങൾ പനിയെ ചീത്ത പറയരുത്. ഫഇന്നഹാ തുൻഫി അദ്ദുനൂബ് കമാ തുൻഫി النار خبز الحديد. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഈ തീ കൊണ്ട് ഉലയിലൂടെ ഒരു ഇരുമ്പിന്റെ തുരുമ്പിനെ മാറ്റിയെടുക്കപ്പെടുന്നത് പോലെ ഒരു മുഅ്മിനായ മനുഷ്യന്റെ പാപങ്ങളെ കഴുകിയെടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഒരു പ്രക്രിയയാണ് പനി. പനിയിലൂടെ ഒരു മനുഷ്യന്റെ പാപങ്ങൾ ആ നിലയിൽ ശുദ്ധീകരിക്കപ്പെടുമെന്ന് പറയുന്നത് ലോകനായകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. പനി വന്നാൽ അതിൽ ക്ഷമിച്ചാൽ, അതിൽ അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിഫലം ആഗ്രഹിച്ചാൽ മരുന്ന് വാങ്ങൂ, പാരസെറ്റാമോൾ കഴിക്കോ, ഡോക്ടർമാരെ നിർദ്ദേശിക്കുന്ന മെഡിക്കേഷൻ അല്ലെങ്കിൽ മെഡിസിൻ, ഇതെല്ലാം എടുത്തോളൂ. അതിനോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ പരീക്ഷണമാണ് എന്ന് മനസ്സുകൊണ്ട് മനസ്സിലാക്കുകയും അതിൽ ക്ഷമയോടുകൂടി കഴിയുകയും ആ സമയത്ത് ദിക്റുകളും ദുആകളും വർദ്ധിപ്പിക്കുകയും ഇബാദത്തുകൾ കൂടുതൽ ശ്രദ്ധിക്കുകയും. സഹോദരങ്ങളെ, പനിയിലൂടെ പാപങ്ങൾ പൊറുപ്പിക്കപ്പെടുമെന്ന സന്തോഷ വാർത്തയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ സമയത്ത് തസ്ബീഹ് മാല കയ്യിലുണ്ടാവട്ടെ, ദിക്റുകൾ ചൊല്ലിക്കൊണ്ട് കട്ടിലിൽ കിടക്കാണ്. ഒന്നിനും നേരെ ഒന്നിനും കഴിയണില്ല. തസ്ബീഹ് പിടിച്ചുകൊണ്ട് കിടന്നോളീൻ. പനിയുള്ളവരോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൂടുതലായി പറയാൻ പറയും, ദിക്റുകൾ കൂടുതലായി പറയാൻ പറയും, സ്വലാത്തുകൾ കൂടുതൽ വർദ്ധിപ്പിക്കാൻ പറയും. അവരുടെ പാപങ്ങൾ പൊറുപ്പിക്കപ്പെടുന്ന സമയമാണ്. ആ ദിക്റുകൾക്ക് വലിയ പവറുണ്ട്, വലിയ ശക്തിയുണ്ട്. ആ സമയത്ത് അതിന് വലിയ പ്രാധാന്യമുണ്ട്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പാപങ്ങൾ ശുദ്ധീകരിക്കാൻ അല്ലാഹു തആല നടത്തുന്ന ഒരു പ്രക്രിയയാണ് ഈ അസുഖങ്ങൾ, ഈ പ്രയാസങ്ങൾ. അതിനെ നിങ്ങൾ കുറ്റം പറയല്ലേ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതേ ആശയം മറ്റൊരു ഹദീസിൽ നബി തങ്ങൾ ഒരു ഉപമയായി പറയുന്നുണ്ട്. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഉപമ, അവന് ഏതെങ്കിലും പനിയോ പ്രയാസമോ, അവിടെ പനി എടുത്തു പറയുന്നുണ്ട്. ഇന്നമാ മസലുൽ മുഅ്മിനി, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഉദാഹരണം, ഹീന യുസീബുഹു അൽ വഅകു അവിൽ ഹുമ്മ, അവനുടെ അസുഖം വരുമ്പോ അല്ലെങ്കിൽ അവനൊരു പനി വരുമ്പോ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ കമസലി ഹദീദ, ഒരു ഇരുമ്പിന്റെ കഷ്ണം പോലെയാണ്, തുരുമ്പ് പിടിച്ച ഒരു ഇരുമ്പ് പോലെയാണ്. തദ്ഖുലുൻ നാർ, അത് തീയിലേക്ക് കയറുന്നു, തീ അതിനെ ശുദ്ധമാക്കിയെടുക്കുന്നു. അതിൽ ആവശ്യമുള്ളതിനെ ബാക്കിയാക്കുകയും ആവശ്യമില്ലാത്ത അഴുക്കിനെ തീ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അതുപോലെയാണ് പനി ബാധിക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഉപമ. ആ പ്രക്രിയയിലൂടെ അവന്റെ പാപങ്ങൾ കഴുകപ്പെടുകയാണ്, ശുദ്ധീകരിക്കപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ, പനിയാണ്, അസുഖങ്ങളാണ്.
അതിനെ മുഅ്മിനായ മനുഷ്യൻ നേരിടേണ്ട രീതി ഇതാണ്. അവന്റെ അപ്രോച്ച് ഇങ്ങനെയായിരിക്കണം. അതിലൂടെ അവൻ അല്ലാഹുവിന്റെ അടുക്കൽ വലിയ കൂലി ലഭിക്കും, വലിയ പ്രതിഫലം ലഭിക്കും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും പനി വന്നിരുന്നു. തങ്ങളുടെ ഒരു ചികിത്സാ രീതിയുമുണ്ട്. ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അവர்கள், അബൂ ഹുറൈറ തങ്ങൾ പറയാണ്, പ്രധാനപ്പെട്ട സഹാബിയാണല്ലോ, തങ്ങൾ പറയാണ്, അസുഖങ്ങളിൽ എനിക്ക് ഏറ്റവും പ്രിയങ്കരമായത് പനിയാണ്. അത് അസുഖം വരാൻ വേണ്ടിയിട്ടുള്ള ഇഷ്ടമല്ല കേട്ടോ. അസുഖങ്ങളിൽ എനിക്ക് ഏറ്റവും പ്രിയങ്കരമായത് പനിയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്ന സ്വഹീഹായ ഒരു വാക്കാണ്. അസുഖങ്ങളിൽ എനിക്ക് ഏറ്റവും പ്രിയങ്കരം പനിയാണ്. കാരണം അത് എല്ലാ അവയവങ്ങളെയും ബാധിക്കും. എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്ന ഒരു അസുഖമാണ് പനി. അല്ലാഹു തആല അസുഖങ്ങളിലൂടെ ഒരു മുഅ്മിനായ മനുഷ്യന് പ്രതിഫലം നൽകുകയാണ് ചെയ്യുക, കൂലി നൽകുകയാണ് ചെയ്യുക. അങ്ങനെ വരുമ്പോ എന്റെ എല്ലാ അവയവങ്ങൾക്കും കൂലി ലഭിക്കാൻ ഈ പനിയിലൂടെ സാധിക്കുന്നു. അതുകൊണ്ട് മറ്റ് അസുഖങ്ങളെ അപേക്ഷിച്ച് പനിയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്ന സഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇതിനെ സഹാബാക്കൾ എങ്ങനെയാണ് കണ്ടത് എന്ന്. ഇതിലും വലിയ മോട്ടിവേഷൻ എവിടെയുള്ളത് സഹോദരങ്ങളെ? മനസ്സിന് സന്തോഷം നൽകുന്ന അവസ്ഥ എവിടെയാണുള്ളത്? സഹാബാക്കൾ അങ്ങനെയായിരുന്നു. സഹാബാക്കളെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഭ്യസിപ്പിച്ചത് എങ്ങനെയാണ്? അതിനെ ഇങ്ങനെ നേരിടാനാണ് പറഞ്ഞത്. നമ്മളും ആ അവസ്ഥയിലേക്ക് ആവണം. അക്ഷമരാകരുത്, ക്ഷമയോടുകൂടി നേരിടുകയും നമ്മളുടെ ഈ മെഡിസിനും ട്രീറ്റ്മെന്റും ഒക്കെ ഉള്ളതിനോടൊപ്പം തന്നെ അതിനോടുള്ള നമ്മുടെ സമീപനം ഇങ്ങനെയാവുകയും ചെയ്താൽ തീർച്ചയായും അല്ലാഹുവിന്റെ അടുക്കൽ അതിന് പ്രതിഫലമുണ്ടാകും. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നത്തെ കാലത്ത്, അല്ല ഇന്ന്, കഴിഞ്ഞ ദിവസം എന്റെ വീട്ടിൽ പനിയായിരുന്നു. എല്ലാവർക്കും പനിയാണ്. കുഞ്ഞിനെയും കൊണ്ട് ആശുപത്രിയിൽ ചെന്നു. കുഞ്ഞിന് നല്ല പനിയാണ്, കൂടിയ പനിയാണ്. അപ്പൊ ഞാൻ അവിടെ ഫസ്റ്റ് ചെക്കപ്പിന് കയറുമ്പോ തന്നെ ഈ പനിയുടെ അളവ് കണ്ട ഉടനെ നഴ്സുമാര് കുഞ്ഞിനെ എടുത്തുകൊണ്ട് കാഷ്വാലിറ്റിയിലേക്ക് ഓടിച്ചെന്നു. അവരുടെ ആരംഭത്തിലെ 1-2 കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കുഞ്ഞിനെ എന്റെ കയ്യിലേക്ക് തന്നു. എന്നിട്ട് എല്ലാവർക്കും പനിയാണ്, വൈഫിനും പനിയാണ്, ഞാനാണ് ആശുപത്രിയിൽ ഉണ്ടായിരുന്നത്. സാധാരണ കുഞ്ഞുങ്ങൾക്ക് പനി വരുമ്പോ ഈ നനച്ചു തുടയ്ക്കാൻ വേണ്ടിയിട്ട് കോട്ടണും വെള്ളവും തരും. നല്ല തണുത്ത വെള്ളവും കോട്ടണും തരികയാണ്. എന്നിട്ട് നനച്ചു തുടയ്ക്കാൻ പണ്ട് മുതലേയുള്ള രീതിയാണ്. പനി കൂടുമ്പോ എന്ത് ചെയ്യും? ചെറിയ തുണി കൊണ്ട് നനച്ചു തുടയ്ക്കുക. ഇതെല്ലാവരും ചെയ്യുന്ന കാര്യമാണല്ലോ സഹോദരങ്ങളെ. അത് ചെയ്തുകൊണ്ടിരുന്നപ്പോ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചില ഹദീസുകൾ മനസ്സിൽ ഓർമ്മ വന്നു. മുഅ്മിനീങ്ങളായ നമ്മൾ ഈ അവസ്ഥയിൽ ആ പ്രക്രിയയെ ഓർക്കണം. മോഡേൺ മെഡിസിനിൽ അങ്ങനെയാണ്. നല്ല പനിയാകുമ്പോ നമ്മൾ തുണി വെള്ളത്തിൽ മുക്കിയിട്ട് നമ്മുടെ നെറ്റിയിൽ വെക്കും. നമ്മുടെ ശരീരം ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ തലയൊന്ന് തണുക്കാൻ വേണ്ടിയിട്ടാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ശ്രദ്ധിക്കണം കേട്ടോ, അൽ ഹുമ്മ മിൻ ഫൈഹി ജഹന്നം ഫഅബ്രിദൂഹു ബിൽ മാ. പനി എന്ന് പറഞ്ഞാൽ അത് ഒരുതരം നരകത്തിന്റെ പൊള്ളലാണ്. അതെന്തുകൊണ്ടാണ് നബി തങ്ങൾ അങ്ങനെ പറഞ്ഞത്? അല്ലാഹു മാത്രം അറിയുന്നവനാണ്. ഹദീസിന്റെ ആ പ്രത്യക്ഷ അർത്ഥം തന്നെ നമുക്ക് സ്വീകരിക്കാം എന്നാണ് മുഫസ്സിരീങ്ങൾ, മുഹദ്ദിസീങ്ങൾ അതിന് മറുപടി എഴുതിയത്, അതിന് വിശദീകരണം എഴുതിയത്. കൂടുതൽ വിശദീകരണം അല്ലാഹു അറിയുന്നവനാണ്. നബി തങ്ങൾ പറഞ്ഞു, ഫഅബ്രിദൂഹു ബിൽ മാ. പനി വന്നാൽ വെള്ളം കൊണ്ട് നിങ്ങൾ അതിനെ തണുപ്പിക്കുക. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഫഅബ്രിദൂഹു ബിൽ മാ. വെള്ളം കൊണ്ട് നിങ്ങൾ അതിനെ തണുപ്പിക്കുക, പനിയെ നിങ്ങൾ തണുപ്പിക്കുക. തങ്ങൾ പരിചയപ്പെടുത്തുന്ന ഒരു ചികിത്സാ രീതിയാണ്. അസ്മാ ബിൻത് അബീബക്കർ റളിയല്ലാഹു തആല അൻഹ, അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മകളാണ്, ആയിഷ ബീവിയുടെ സഹോദരിയാണ്. സഹാബി വനിതകളിൽ പ്രസിദ്ധയായ സഹാബിയാണ്. ഒരുപാട് സംഭവങ്ങൾക്ക് സാക്ഷിയായ, നായകത്വം നൽകിയ മിടുക്കിയായ വനിതയാണ് അസ്മാ റളിയല്ലാഹു തആല അൻഹ. ദാത്തുൻ നിതാഖൈൻ. അസ്മാ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കൽ ഈ സ്ത്രീകൾ ഇങ്ങനെ പ്രയാസങ്ങളൊക്കെ വരുമ്പോ അവരുടെ അടുക്കലേക്ക് ഇങ്ങനെ ഓടിച്ചെല്ലും, എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനും മോദി കൊടുക്കാനൊക്കെ ആയിട്ട്. അസ്മാ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കൽ ആരെങ്കിലും പനിയായിട്ട് വന്നാൽ
അവർ ഓതാനുള്ളതെല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷം അവരുടെ ദേഹത്ത് വെള്ളമൊഴിക്കുമായിരുന്നു അത്രേ. ദേഹത്ത് വെള്ളമൊഴിക്കുമായിരുന്നു അത്രേ. അപ്പൊ ചില സഹാബികളായ വനിതകൾ ചോദിച്ചു, ഇതെന്തിനാണ് ഇങ്ങനെ വെള്ളമൊഴിക്കുന്നത് എന്തിനാണ്? ഹകദ അമറന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെയാണ് നബിതങ്ങൾ ഞങ്ങളോട് കൽപ്പിച്ചത്. പനി വന്നാൽ അതിനെ തണുപ്പിക്കാൻ നബിതങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് പറഞ്ഞാൽ ഈ ചർച്ച അന്നും ഉണ്ട് എന്നർത്ഥം. മനസ്സിലാക്കാൻ വേണ്ടി പറയാൻ ഈ ചികിത്സാ രീതി അന്നുമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറദുൽ മൗത്ത്, അതിന്റെ കാരണവും ഒരു പനിയായിരുന്നല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ മരണസമയത്തുണ്ടായ അസുഖം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ അസുഖവും ഒരു പനിയായിരുന്നു. നല്ല ശക്തമായ പനിയുള്ളപ്പോൾ നബിതങ്ങൾ പറയുന്നുണ്ട്, അവസാന സമയത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 7 വ്യത്യസ്ത കിണറുകളിൽ നിന്ന് ശേഖരിച്ച 7 തരം വെള്ളം കൊണ്ടുവരാൻ നബിതങ്ങൾ ആവശ്യപ്പെടുകയും ആ 7 വെള്ളം കൊണ്ടും തന്റെ ശരീരത്തിലേക്ക് ഒഴിക്കാൻ തന്റെ ഭാര്യമാരോട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്തു. ഒരു വാട്ടർ തെറാപ്പിയാണ് നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചിരുന്ന ഒരു ശൈലി. അതാണ്. അത് സഹാബാക്കളോട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്തു. എന്റെ കുഞ്ഞിനെ ഞാൻ ഈ കോട്ടൺ വെച്ച് വെള്ളം കൊണ്ട് നനച്ചു തുടയ്ക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എത്ര കൃത്യമാണ് എന്ന്. അതിനെ അങ്ങനെ തണുപ്പിക്കുകയാണ് വേണ്ടത്. ഡോക്ടർമാര് പറയുന്നത് പോലെ തന്നെ നമ്മൾ ചെയ്യുക. ആ ഒരു തെറാപ്പി പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പനിയുടെ വിഷയത്തിൽ ഒരു ചികിത്സയായി തങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. മറ്റൊരു ഹദീസിൽ കാണാം, ഫാത്തിമ ബിന്തു മുൻദിർ റളിയല്ലാഹു തആല അൻഹ അവറുകൾ റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. ഒരിക്കൽ തങ്ങൾക്കിങ്ങനെ അസുഖം വന്നപ്പോ, തങ്ങൾക്കിങ്ങനെ പനി വന്നപ്പോ ഞങ്ങൾ തങ്ങളെ സന്ദർശിക്കാൻ വേണ്ടി പോയി. തങ്ങൾ തങ്ങളുടെ ഭാര്യമാരോടൊപ്പം ഇരിക്കുകയായിരുന്നു. ആ ഹദീസിൽ ഇങ്ങനെ കാണാം, നബിതങ്ങളുടെ ശരീരത്തിന് മുകളിൽ ഒരു ചെറിയ തോൽസഞ്ചി കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ താഴെ നിന്ന് തുള്ളി തുള്ളിയായി അല്പാൽപമായി വെള്ളം വീഴുന്നുണ്ടായിരുന്നു. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പനി വരുന്ന സമയത്ത് ആ നിലയിൽ തന്റെ ശരീരത്തെ തണുപ്പിക്കുമായിരുന്നു. മാത്രമല്ല സഹോദരങ്ങളെ, ഓർത്തു വെച്ചോളി, പനിയുടെ വിഷയത്തിൽ പ്രവാചകർ പഠിപ്പിക്കുന്ന ഒരു ദുആയുണ്ട്. ഒരു മുഅ്മിനായ മനുഷ്യനൊരു പനിയോ അതുപോലെയുള്ള ഏതെങ്കിലും ഒരു പ്രയാസമോ വന്നാൽ അവൻ ഇങ്ങനെ ദുആ ചെയ്യട്ടെ. ഇമാം തിർമിദി റഹിമഹുല്ലാഹ് റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. ബിസ്മില്ലാഹിൽ കബീർ അഊദു ബില്ലാഹിൽ അദീം മിൻ ശർരി കുല്ലി ഇർഖിൻ നആരിൻ വമിൻ ശർരി ഹർരിന്നാർ. തങ്ങൾ പഠിപ്പിച്ച പനിയുടെ ഒരു ദുആയാണത്. ബിസ്മില്ലാഹിൽ കബീരി അഊദു ബില്ലാഹിൽ അദീമി മിൻ ശർരി കുല്ലി ഇർഖിൻ നആരിൻ വമിൻ ശർരി ഹർരിന്നാർ. ആ ദുആയിന്റെ ഉള്ളിലുണ്ടല്ലോ സഹോദരങ്ങളെ ഭയങ്കരമായ ഒരു ആശയമുണ്ട്. ബിസ്മില്ലാഹിൽ കബീർ, ഉന്നതനായ അല്ലാഹുവിന്റെ നാമത്തിൽ. അഊദു ബില്ലാഹിൽ അദീം, മഹോന്നതനായ അല്ലാഹുവിനോട് ഞാൻ കാവൽ തേടുന്നു. ഏതിൽ നിന്ന്? മിൻ ശർരി കുല്ലി ഇർഖിൻ നആരിൻ, തിളച്ചുമറിയുന്ന ഞരമ്പിന്റെ ഉപദ്രവത്തിൽ നിന്ന് കാവൽ തേടുന്നു. ശക്തിയിൽ രക്തം പമ്പ് ചെയ്യുന്ന, അങ്ങനെയാണ് നആർ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. ഇർക്ക് എന്ന് പറഞ്ഞാൽ ഞരമ്പ്, നആർ എന്ന് പറഞ്ഞാൽ രക്തം കുതിച്ചു ചെല്ലുന്ന, ഓവർ സർക്കുലേഷൻ. പനിയുടെ സമയത്ത് നമ്മുടെ ശരീരം, നമ്മുടെ ഹൃദയത്തിന്റെ മിടിപ്പ് ഇതെല്ലാം വർദ്ധിക്കും. ആ സമയത്ത് പ്രത്യേകമായ പമ്പിംഗ് ആയിരിക്കും. അതിനെ അതിജീവിക്കാൻ ശരീരം ഇങ്ങനെ പാടുപെടും. ആ സമയത്തുണ്ടാകാവുന്ന ഉപദ്രവത്തിൽ നിന്ന് അല്ലാഹുവിനോട് ഞാൻ കാവൽ തേടുന്നു. സുബ്ഹാനല്ലാഹ്. മിൻ ശർരി കുല്ലി ഇർഖിൻ നആർ വമിൻ ശർരി ഹർരിന്നാർ. ഈ ചൂടിൽ നിന്ന്, നരകത്തിൻ്റെതായ ഈ ചൂടിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു. പനിയുടെ സമയത്ത് ഈ ദുആ പറയാൻ പറഞ്ഞു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ സഹാബിയെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രോഗാവസ്ഥയിൽ സന്ദർശിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. തങ്ങൾ സഹാബത്തിനെ പഠിപ്പിച്ചു കൊടുത്തു, എവിടെയാണോ രോഗം, പനിയാകുമ്പോൾ എല്ലായിടത്തും രോഗമാണ്, തലയിലോ മറ്റോ കൈവയ്ക്കുക.
നിങ്ങൾ 7 തവണ പറയണം, അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിറു. ഞാൻ അനുഭവിക്കുന്ന, ഞാൻ അറിയുന്ന ഈ അവസ്ഥയുടെ ഷർറിൽ നിന്ന് ഉടമസ്ഥനായ അള്ളാഹുവിനോട് ഞാൻ കാവൽ തേടുന്നു. അവന്റെ ഖുദ്റത്ത് കൊണ്ട്, അവന്റെ ഇസ്സത്ത് കൊണ്ട് കാവലിനെ തേടുന്നു. നിങ്ങൾ 7 തവണ പറഞ്ഞാൽ അവൻ അനുഭവിക്കുന്ന പ്രയാസം അവനിൽ നിന്ന് മാറുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രോഗസന്ദർശനം, അതിന്റെ മര്യാദകൾ, രോഗത്തെ എങ്ങനെ സമീപിക്കണം, ഇതെല്ലാം ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച പറയാമെന്ന് വിചാരിക്കുന്നു. കാരണം അത് തന്നെ ഒരു വലിയ കാര്യമാണ്. രോഗിയെ കാണാൻ പോകുമ്പോൾ എന്തൊക്കെ മര്യാദകളുണ്ട്, ഹദീസിൽ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ചില ആളുകളൊന്നും ശ്രദ്ധിക്കാറില്ല. രോഗികളെ കാണാൻ പോകുമ്പോ പ്രധാനപ്പെട്ട ചില 7 മര്യാദകളുണ്ട്. 7 മര്യാദകൾ ഹദീസിൽ വന്ന മര്യാദകളാണ്. ഞാൻ അതും കൂടി പറയാമെന്ന് വിചാരിച്ച സമയമായി. അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. സഹോദരങ്ങളെ, ഇത് നമുക്കിടയിൽ നാം അനുഭവിക്കുന്ന ചില കാര്യങ്ങളാണ്. ഈ അനുഭവിക്കുന്ന പനിയും പ്രയാസവും, ആ സമയത്ത് നാം അതിനെ നേരിടേണ്ടത് ഇങ്ങനെയാണ്. മുഅ്മിനീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രയാസം വരുന്നതിനെ വേണ്ട ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുന്നതിനോടൊപ്പം തന്നെ അള്ളാഹു നൽകുന്ന പരീക്ഷണമാണെന്ന് മനസ്സിലാക്കുകയും പടച്ചവനോട് ദുആ ചെയ്യുകയും അല്ലെ. ഒരു ഹദീസിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അസുഖമായി കഴിയുന്നവരോട്, യാത്രക്കാരോട് നിങ്ങൾ അങ്ങോട്ട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്യണം. കാരണം ആ സമയത്തെ അവരുടെ ദുആയ്ക്ക് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലമുണ്ട്. അത് ക്ഷമിക്കുന്നവനാണ്, അക്ഷമ കാണിക്കുന്നവനല്ല. അക്ഷമ കാണിക്കുന്നവന് ആ പ്രതിഫലം ലഭിക്കില്ല. ക്ഷമിക്കുകയും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ ഈ അസുഖങ്ങളെ നേരിടുകയും ചെയ്താൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളെ, നമ്മുടെ പെൺമക്കളെ എല്ലാം നമ്മൾ ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള പരീക്ഷണമാണ്, അതിന്റെ പ്രതിഫലം കിട്ടുമെന്ന് അവരെ മോട്ടിവേറ്റ് ചെയ്യണം. പാപങ്ങൾ പൊറുപ്പിക്കപ്പെടാനുള്ള വഴിയാണ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഈ അസ്വസ്ഥതയുടെ ഒരു 80% അവിടെ കുറയും. ബാക്കി 20% അള്ളാഹു തആല ഈ ഒരു മരുന്നുകൾ കൊണ്ടും നമ്മുടെ ദുആകൾ കൊണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ മാറ്റിത്തരും. നമ്മൾ അതിനെ ആ നിലയിൽ സമീപിക്കുകയാണ് വേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സാന്ദർഭികമായി വരുന്ന ഇത്തരം കാര്യങ്ങളെ, ഹദീസുകളെ ഒക്കെ മനസ്സിലാക്കാനും അതനുസരിച്ച് അമൽ ചെയ്യാനും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.